നവംബർ 8 ശനിയാഴ്ച സങ്കടഹര ചതുർത്ഥി. പൗർണമി കഴിഞ്ഞിട്ടുള്ള ചതുർത്ഥിയാണ് സങ്കടഹര ചതുർത്ഥി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അന്നേ ദിവസം ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുകയും നാമം ചൊല്ലുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ സങ്കടങ്ങളും തീരുമെന്നാണ്. തലേ ദിവസം രാത്രിയിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക, പിന്നെ രാവിലെ മുതൽ പാലും പഴവും മാത്രം കഴിക്കുക. തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് ചതുർത്ഥിയുടെ അന്ന് വൈകുന്നേരം നമ്മുടെ നാമജപമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അരിയാഹാരം കഴിക്കാം. വ്രതത്തിൻ്റെ കാര്യം അത്രയേ പറയാനുള്ളൂ. പിന്നെ ഇത് ഏത് സങ്കടങ്ങൾക്കും, കാരണം നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ജോലി, അല്ലെങ്കിൽ നമ്മളുടെ രോഗം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും കുഴപ്പമില്ല. അത് ഭഗവാനോട് പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാകും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വ്രതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു സങ്കല്പം ചെയ്യുക. ഇന്ന കാര്യത്തിനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ 12 ഇത് സങ്കടഹര ചതുർത്ഥി വ്രതമെടുക്കാം എന്ന് പറയുക. ഈ ചതുർത്ഥിയുടെ അന്ന് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഭഗവാന്റെ ഒരു പ്രതിമയോ എന്തെങ്കിലും വച്ച് അതിൻ്റെ മുമ്പിൽ നമുക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടത്. എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ നമ്മൾ പൂക്കൾ അർപ്പിക്കുക, പിന്നെ നാമങ്ങൾ ജപിക്കുക. ഈ നിവേദ്യം എന്തെങ്കിലും മലര്, അവല, ശർക്കര അതൊക്കെ വെച്ചാൽ മതി. പിന്നെ നാമം ചൊല്ലുക, ഇഷ്ടംപോലെ നാമങ്ങൾ ഗണേശൻ്റെ ചൊല്ലുക. പിന്നെ ഈ ഒരു നാമം ചൊല്ലുക എന്ന് വെച്ചാൽ ഓം ലംബോദരായ നമഃ. അതൊരു 54 പ്രാവശ്യം ചൊല്ലുക. അത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു കിഴിയിലകത്ത് ആദ്യം നമ്മൾ തുടങ്ങുമ്പോഴേ തന്നെ ഒരു 11 നാണയം ഇട്ട് വെക്കുക. എന്നിട്ട് ആ തീരുന്ന ദിവസം, അതായത് ആ 12ാമത്തെ ദിവസം നമ്മളത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഗണപതിയുടെ മുൻപിൽ സമർപ്പിക്കുക. ഇങ്ങനെ പിന്നെ ഇതിങ്ങനെ അതുകൊണ്ട് നിർത്തണ്ട. നമുക്ക് എപ്പോഴും ഗണേശനാമങ്ങൾ ഇതിങ്ങനെ ഒരു മനസ്സിൽ കടക്കുക. നമ്മളിങ്ങനെ ഗണേശനെ എപ്പോഴും ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറ്റുന്ന എല്ലാ ദിവസവും നമ്മൾ ഓം ലംബോദരായ നമഃ എന്ന നാമം ജപിക്കുക. ഭഗവാൻ നമ്മളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. നമുക്കെല്ലാവർക്കും നമ്മളുടെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും മോചനമുണ്ടാകട്ടെ. ഓം ലംബോദരായ നമഃ. ഓം ലംബോദരായ നമഃ.